നമസ്കാരം. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ നിർണായകമായ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുകയാണ്. വീണ വിജയൻ വഴിവിട്ട രീതിയിൽ സമ്പാദിച്ച സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകെട്ടാനുള്ള നടപടിക്രമങ്ങൾ കൊച്ചി ED ഓഫീസിൽ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഭരണം നിയന്ത്രിച്ചപ്പോൾ അധികാരത്തിന്റെ തണലിൽ മകൾ വീണ ഉണ്ടാക്കിയെടുത്ത കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളാണ് ഇപ്പോൾ ED കണ്ടുകെട്ടാനായി ഒരുങ്ങുന്നത്. അഴിമതിയിലൂടെയും കള്ളപ്പണ ഇടപാടുകളിലൂടെയും പടുത്തുയർത്തുന്ന സാമ്രാജ്യങ്ങൾ എന്തെങ്കിലും നിയമത്തിന് മുന്നിൽ തകർന്നടിയുമെന്നതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാഠമാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേവലം വീണയുടെ സ്വത്തുക്കൾ മാത്രമല്ല, ഈ അവിശുദ്ധ ഇടപാടുകൾക്ക് കൂട്ടുനിന്ന CMRL കമ്പനി അധികൃതരുടെ സ്വത്തുക്കളും ED ഉടൻ തന്നെ കണ്ടുകെട്ടുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. വീണ വിജയന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന് മുന്നോടിയായി അതീവ രഹസ്യമായ നീക്കങ്ങളാണ് ED നടത്തിയത്. ഈ മാസം ആദ്യം EDയുടെ പ്രത്യേക അന്വേഷണ സംഘം കണ്ണൂരിലെ പിണറായി പാതിരിയോട് വില്ലേജുകളിൽ നേരിട്ടെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. പിണറായി പാറപ്പുറം റോഡിൽ വീണ വിജയന്റെ പേരിൽ മാത്രം 80 സെന്റ് ഭൂമിയുണ്ടെന്നാണ് EDക്ക് വ്യക്തമായി വിവരം ലഭിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ പാതിരിയോട് വില്ലേജിൽ പിണറായി വിജയന്റെ സ്വന്തം വീടിനോട് ചേർന്നുള്ള സ്ഥലവും ED ഉദ്യോഗസ്ഥ സംഘം പരിശോധിച്ചിരുന്നു. ഇതും വീണയുടെ പേരിലുള്ള ബിനാമി സ്വത്താണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നേരത്തെ തന്നെ വീണ വിജയന്റെ 1.5 ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ലോക്കറുകളും ബാങ്ക് അക്കൗണ്ടുകളും കടന്ന് കണ്ണൂരിലെ കുടുംബ സ്വത്തുക്കളിലേക്ക് വരെ കേന്ദ്ര ഏജൻസിയുടെ കൈകൾ നീളുന്നത്. അച്ഛൻ ഭരിക്കുമ്പോൾ വഴിവിട്ട വഴിയിലൂടെ ഒഴുകിയെത്തിയ പണം എങ്ങനെയൊക്കെ ആസ്തികളാക്കി മാറ്റിയെന്ന് ED കൃത്യമായി കണ്ടെത്തി കഴിഞ്ഞു. എന്താണ് ഈ കേസിന്റെ യഥാർത്ഥ പശ്ചാത്തലമെന്ന് പരിശോധിച്ചാൽ അഴിമതിയുടെ വലിപ്പം മനസ്സിലാവും. CMRL കമ്പനിയിൽ ആദായ നികുതി വകുപ്പ് 2019 ജനുവരിയിൽ നടത്തിയ റെയ്ഡിലാണ് ഏകദേശം 130 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ കണ്ടെത്തുന്നത്. ഈ വൻ തട്ടിപ്പിലാണ് വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് IT കൺസൾട്ടൻസി സേവനങ്ങളുടെ പേര് പറഞ്ഞു നൽകിയ 2.78 കോടി രൂപയുടെ വ്യാജ പണമിടപാടുകളും ഉൾപ്പെട്ടിരിക്കുന്നത്. യാതൊരുവിധ സേവനവും നൽകാതെയാണ് ഈ കോടികൾ വീണയുടെ അക്കൗണ്ടിലേക്ക് മാസപ്പടിയായി ഒഴുകിയത്. ഈ കള്ളപ്പണ ഇടപാടിലെ അന്വേഷണം ഇനിയും വെച്ച് താമസിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് ED വ്യക്തമാക്കി കഴിഞ്ഞു. കേസിൽ അന്വേഷണം അതീവ വേഗത്തിലാക്കാനും കടുത്ത നടപടികളിലേക്ക് നീങ്ങാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദക്ഷിണ മേഖലാ മേധാവി പ്രശാന്ത് കുമാർ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്യലുകൾക്ക് പിന്നാലെ ഇപ്പോൾ സ്വത്ത് കണ്ടുകെട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ എന്തും ചെയ്യാമെന്നും ആരും ചോദിക്കില്ലെന്നും കരുതിയവർക്ക് നിയമവ്യവസ്ഥ നൽകുന്ന ശക്തമായ പ്രഹരം തന്നെയാണിത്. സ്വന്തം മകൾക്ക് വേണ്ടി കോടികളുടെ അഴിമതിക്ക് കുടപിടിച്ച ഒരു മുൻ ഭരണാധികാരിയുടെ യഥാർത്ഥ മുഖം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വത്ത് കണ്ടുകെട്ടലിലേക്ക് ED നീങ്ങുന്നതോടെ ഇനി കോടതി വരാന്തകളും ED ഓഫീസുകളും മകളും അച്ഛനും കയറി ഇറങ്ങേണ്ടി വരും.